നീ ഇതെവിടെയാ മോളെ? മരുന്ന് കിട്ടിയില്ലേ? മരുന്ന് കിട്ടി. ദേ ആ മഹേശ്വരി കുഞ്ഞുമ്മ കയറി പോകുന്നത് കണ്ടു. എന്താ കാര്യം അറിയാൻ നിന്നതാ. എന്റെ മോളെ, നീ അവരുടെ വഴിക്ക് വിട്. അവര് വല്ല ബന്ധുക്കളെയും കാണാൻ വന്നതാവും. ഞാനറിയാതെ അവർക്കിവിടെ ഏതാ അത്ര വലിയ ബന്ധു? എല്ലാവരുമായി വലിയ സൗഹൃദത്തിലൊന്നും അല്ല അവര്. അതെന്തോ ആയിക്കോട്ടെ, നിനക്ക് വേണ്ടെന്ന് നീ തീരുമാനിച്ചതല്ലേ ആ ബന്ധം. നീ വേഗം വാ, ഞാനിവിടെ നിന്ന് മടുത്തേ. ഇനി വൈകിയ ഞാനങ്ങ് പോവും. അയ്യോ വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ആ നീ ഒന്ന് പുറത്ത് നിൽക്ക്, ഞാൻ ഇവളോടൊന്ന് സംസാരിക്കട്ടെ. എങ്ങനെയുണ്ട് മോളെ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. വല്ല തലകറക്കോ അസ്വസ്ഥതയുണ്ടെങ്കിൽ പറയണം. ഇല്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞല്ലോ. ഇനിയെങ്കിലും എന്നെ എന്റെ ഏട്ടന്റെ അടുത്തോട്ട് വിട്ടൂടെ? അവിടെയെല്ലാം വേണ്ടതുപോലെ ചെയ്തിട്ടാ ശിവം വന്നത്. ഓപ്പറേഷനൊക്കെ വളരെ ഭംഗിയായി കഴിഞ്ഞു. ഇപ്പൊ അവരൊക്കെ കയറി കണ്ടു കാണും. എനിക്കും എന്റെ ഏട്ടനെ കാണണം, അതിനാ പോകണമെന്ന് പറഞ്ഞത്. ഈ ട്രീറ്റ്മെന്റ് നടന്ന അങ്ങനെ എടുത്തു ചാടി ഇറങ്ങി ഓടാൻ പറ്റില്ല വിസ്മയ. അറിയാലോ, നിന്റെ വയറ്റിലൊരു ജീവൻ വളരാൻ തുടങ്ങുന്നുണ്ട്. നല്ല ഭക്ഷണവും ദിനചര്യയും നീ പാലിച്ചേ മതിയാകൂ. ഇളകാതെ ആലസ്യപ്പെടാതിരുന്ന ഒക്കെ ശരിയാവും. 48 മണിക്കൂറെങ്കിലും കഴിയാതെ പുറത്തിറങ്ങാൻ കഴിയില്ല നിനക്ക്. ഉള്ളിലുള്ള ജീവൻ അനക്കം സംഭവിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞത് മറന്നോ നീ? അതൊക്കെ ശരി തന്നെയാ. പക്ഷെ അവിടെ ജീവിതത്തോട് മല്ലിടുന്നത് എന്റെ ഏട്ടനാ. നിന്റെ ഏട്ടന്റെ ജീവിതം തിരിച്ചു തന്നതിന്റെ പ്രതിഫലമാണ് നിന്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ജീവന് നീ ഇടം കൊടുത്തത്. ശരി ശരി, വലിയ ഡയലോഗൊന്നും വേണ്ട. എന്നെ ഒന്ന് ഫോൺ വിളിക്കാനെങ്കിലും സമ്മതിക്കുമോ പ്ലീസ്? ചെയ്യാം, സമ്മതിക്കാം. നീ റിലാക്സ് ചെയ്യ് വിസ്മയ, റിലാക്സ് പ്ലീസ്. ശിവ, കുട്ടിയുടെ ഫോൺ എവിടെ വെച്ചിരിക്കുന്നേ?